ശ്രീരാമ അവതാരം. ബ്രഹ്മാവിന്റെ പൗത്രനും പുലസ്ത്യന്റെ പുത്രനുമായ വിശ്രവസ് സുമാലിയുടെ പുത്രിയായ കൈകസിയെ വിവാഹം ചെയ്തു. വിശ്രവസും കൈകസിയും കൂടി ശ്ലേഷ്മാതകം എന്ന വനത്തിൽ വസിക്കവേ കൈകസി ഗർഭിണിയായി. അവൾ ഓരോ യാമം ഇടവിട്ട് 4 യാമങ്ങളിലായി 4 സന്താനങ്ങളെ പ്രസവിച്ചു. മൂത്തവൻ രാവണൻ, രണ്ടാമവൻ കുംഭകർണൻ, മൂന്നാമൻ വിഭീഷണൻ, 4ാമത്തേത് പെൺകുഞ്ഞായിരുന്നു. അവൾക്ക് ശൂർപ്പണക എന്ന് പേരിട്ടു. വിശ്രവസിന് ദേവവർണി അഥവാ ഇളബില എന്ന ഭാര്യയിൽ ജനിച്ച മകനാണ് കുബേരൻ. പ്രായപൂർത്തിയായപ്പോൾ കുബേരൻ ലങ്കാനഗരി തലസ്ഥാനമാക്കി രാജ്യഭരണം ആരംഭിച്ചു. ഇതിനിടെ അദ്ദേഹം പുഷ്പക വിമാനം കൈക്കലാക്കിയിരുന്നു. ഈ വിമാനത്തിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. വിശ്വകർമാവിന് സംജ്ഞ എന്നൊരു പുത്രിയുണ്ടായി. അവളെ വിവാഹം കഴിച്ചത് സൂര്യനാണ്. പക്ഷേ സൂര്യന്റെ അസഹ്യമായ ചൂട് നിമിത്തം അവൾക്കൊരു നിമിഷം പോലും ഭർത്താവിനോടൊപ്പം കഴിയുവാൻ സാധിച്ചില്ല. സംജ്ഞ വീട്ടിലെത്തിയ അച്ഛനോട് വിവരം പറഞ്ഞു. ഉടനെ അദ്ദേഹം സൂര്യനെ ആളയച്ചു വരുത്തുകയും ചാണക്കല്ലിൽ വരച്ചരച്ച് തേജസ് കുറയ്ക്കുകയും ചെയ്തു. വിശ്വകർമാവ് വളരെ പരിശ്രമിച്ചിട്ടും സൂര്യന്റെ 8-1 തേജസ് മാത്രമേ കുറഞ്ഞുള്ളൂ. ചാണക്കല്ലിൽ വച്ചുരച്ചപ്പോൾ കുറഞ്ഞുപോയ സൂര്യ തേജസ്സുകൾ രേണുകളായി ജ്വലിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ പറന്നു. ആ പൊടികളെല്ലാം വിശ്വകർമാവ് വാരിയെടുത്ത് അത്യുജ്വലമായ 4 വസ്തുതകൾ ഉണ്ടാക്കി. അവയിലൊന്നാണ് മഹാവിഷ്ണുവിന്റെ ചക്രായുധം, രണ്ടാമത്തേത് ശിവന്റെ ത്രിശൂലമാണ്, മൂന്നാമത്തേത് സൃഷ്ടിച്ചത് പുഷ്പക വിമാനം. ശേഷമുള്ള പൊടികൾ കൊണ്ട് സുബ്രഹ്മണ്യന്റെ ശക്തി എന്ന ആയുധവും നിർമ്മിച്ചു. കുബേരൻ ബാല്യകാലത്ത് തന്നെ ഹിമവൽ വസാനുകളിൽ ചെന്ന് ബ്രഹ്മാവിനെ തപസ് ചെയ്യുവാൻ തുടങ്ങി. കുബേരൻ 10,000 വർഷം ത്രിശൂലത്തിന് തലകീഴായി നിന്നുകൊണ്ടും തുടർന്ന് 10,000 വർഷം പഞ്ചാഗ്നി മധ്യത്തിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടും തപസ് അനുഷ്ഠിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് എന്തുവരം വേണമെന്ന് ചോദിച്ചു. ലോകപാലകന്മാരിൽ ഒരാളാകണമെന്ന് കുബേരൻ അപേക്ഷിച്ചു. ബ്രഹ്മാവ് അത് അനുവദിച്ചതിനു പുറമെ ശംഖനിധിയെന്നും പത്മനിധിയെന്നും പേരുള്ള 2 നിധികളും പുഷ്പകമെന്ന വിമാനവും കൂടി കുബേരൻ നൽകി. അതിനുശേഷം അദ്ദേഹത്തെ തെക്കേ സമുദ്രത്തിൽ വന്ന് ത്രികൂടപർവ്വതത്തിന്റെ ശിഖരത്തിൽ ലങ്ക എന്ന നഗരി പണിയിപ്പിച്ച് അവിടെ വസിച്ചു. കുബേരന്റെ ഉയർച്ചയും പ്രതാപവും കണ്ട അസൂയമൂത്ത കൈകസി രാവണനെ അടുത്തു വിളിച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങൾ നേടി കുബേരനേക്കാൾ വലിയവനാകുവാൻ ഉപദേശിച്ചു. അതിൻ പ്രകാരം രാവണൻ സഹോദരന്മാരോടൊപ്പം ഗോകർണത്തിൽ ചെന്ന് തപസ്സാരംഭിച്ചു. കുംഭകർണൻ 10,000 വർഷമാണ് തപസ് ചെയ്തത്. വിഭീഷണൻ ഒരു കാലിൽ നിന്ന് 10,000 വർഷം തപസ്സനുഷ്ഠിച്ചു. രാവണൻ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ട് ബ്രഹ്മാവിനെ ധ്യാനിച്ചു. 1000 വർഷം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. വൈരാഗ്യം വർദ്ധിച്ച് ദശമുഖനായ രാവണൻ ഒരു തലവെട്ടി അഗ്നിയിൽ ഹോമിച്ചു. ഇങ്ങനെ 9,000 വർഷം കൊണ്ട് 9 തലയും അഗ്നിയിൽ വെട്ടിയെറിഞ്ഞു. ഒടുവിൽ 10ാമത്തെ തല അറുത്തെടുത്തുവാൻ മുറിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. വത്സ, നാം താമസിച്ചു അല്ലേ? ഇഷ്ടവരങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം ചോദിച്ചുകൊള്ളൂ. രാവണൻ പറഞ്ഞു. മനുഷ്യരിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും എനിക്ക് മരണമുണ്ടാകരുത്. ഇതാണ് എനിക്ക് വേണ്ട വരം. ബ്രഹ്മാവ് ആ വരം അനുവദിച്ചു കൊടുത്തതോടൊപ്പം അരിഞ്ഞു കളഞ്ഞ 9 തലയും മുളപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന് ദേവന്മാർ ഞെട്ടി. കുംഭകർണനും ഇതുപോലൊരു വരം വാങ്ങിയാൽ ദേവന്മാർക്ക് രക്ഷയില്ലല്ലോ എന്ന് അവർ വിചാരിച്ചു. എങ്ങനെയെങ്കിലും കുംഭകർണനെ മയക്കി വരം മാറ്റി ചോദിപ്പിക്കുന്നതിനു വേണ്ടി ദേവന്മാർ വിദ്യാദേവിയായ സരസ്വതിയെ ഭൂമിയിലേക്ക് അയച്ചു. സരസ്വതി കുംഭകർണന്റെ നാവിൽ നൃത്തം ചെയ്തു. അതുകൊണ്ട് നിർദേവത്വം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആ ശബ്ദം നിദ്രാവത്വം എന്നായിപ്പോയി. അതനുസരിച്ച് അദ്ദേഹത്തിന് 1 വർഷത്തിൽ 6 മാസം ഉറക്കവും അടുത്ത 6 മാസം ഉണർച്ചയും എന്ന വരമാണ് കിട്ടിയത്. വിഭീഷണൻ ആപത്ത് വരുമ്പോൾ ധർമ്മം ഓർക്കുന്നതിനും പഠിക്കാതെ തന്നെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നതിനുള്ള വരവും വാങ്ങിച്ചു. വരം വാങ്ങി തിരിച്ചു വരുന്ന രാവണൻ ലങ്ക കൈവശപ്പെടുത്തി കുബേരനെ അട്ടിപ്പായിച്ചു. കുബേരന്റെ പുഷ്പക വിമാനവും തട്ടിയെടുത്തു. മഹാവിഷ്ണുവിനെ നിത്യശത്രുവായി പ്രഖ്യാപിച്ചു. രാവണന്റെ വിജയാവർത്തി അറിഞ്ഞ് പാതാളത്തിൽ നിന്ന് രാക്ഷസന്മാർ ലങ്കയിൽ വന്ന് താമസിച്ചു. രാവണൻ മായാസുരന്റെ വളർത്തുപുത്രിയായ മണ്ഡോദരിയെ വിവാഹം ചെയ്തു. രാവണന് മണ്ഡോദരയിൽ മേഘനാഥൻ, അതികായൻ, അക്ഷയകുമാരൻ എന്നിങ്ങനെ 3 പുത്രന്മാർ ജനിച്ചു. അതിനുശേഷം സ്വപുത്രന്മാരോടും മറ്റ് രാക്ഷസന്മാരോടും കൂടി രാവണൻ ഒട്ടുമിക്ക ലോകത്തെയും ജയിച്ചു. അഷ്ടദിക് പാലകന്മാരെ കീഴടക്കി. ദേവലോകം ആക്രമിച്ചപ്പോൾ ഇന്ദ്രാദികൾ രാവണനെ ബന്ധിച്ചു. ഇതറിഞ്ഞ മേഘനാഥൻ മായാപ്രയോഗത്താൽ ഇന്ദ്രനെ ബന്ധിക്കുകയും രാവണനെ മോചിപ്പിക്കുകയും ചെയ്തു.
അന്നു മുതൽ മേഘനാഥന് ഇന്ദ്രജിത്ത് എന്ന പേരുണ്ടായി. രാവണൻ ലങ്കാധിപനായി വാണരുളുന്ന കാലത്ത് മാതൃഹത്യ, പിതൃവധം, ഗോഹത്യ, സ്വാമിദ്രോഹം, സജ്ജന വിദ്വേഷം, ശിശുമരണം, പരസ്ത്രീഹരണം, മുനിജന സംഹാരം, അന്യധനാപഹരണം, യാഗാദിഗ്വിഘ്നം തുടങ്ങിയ നീചകർമ്മങ്ങൾ ലോകമെങ്ങും പടർന്നു പിടിച്ചു. ഇങ്ങനെ ലോകം ദുരിതമായപ്പോൾ ഭൂമിദേവി വളരെ വിഷമിച്ചു. ഭൂമിദേവി ഒരു പശുവിൻ്റെ വേഷം ധരിച്ച് സ്വർഗത്തിൽ പോയി ഇന്ദ്രനെ അഭയം പ്രാപിച്ചു. രാവണൻ മൂലമുള്ള സങ്കടങ്ങളെല്ലാം അറിയിച്ചു. ഇന്ദ്രൻ അവളെയും കൂട്ടിക്കൊണ്ട് ബ്രഹ്മദേവനെ കാണുവാൻ സമീപിച്ചു. രാവണ നിഗ്രഹം തനിക്ക് അസാധ്യമാണെന്ന് ബ്രഹ്മാവ് അറിയിച്ചു. ബ്രഹ്മാവ് ഇന്ദ്രാദികളോടും ഭൂമിദേവിയോടും ഒരുമിച്ച് കൈലാസത്തിലെത്തി പരമേശ്വരനെ കൊണ്ട് സങ്കടം ഉണർത്തിച്ചു. രാവണനെ വധിക്കുന്ന കൃത്യം ത്രിപുരാന്തകന് അനുചിതമായി തോന്നി. പരമശിവൻ എല്ലാവരോടുമൊപ്പം പാലാഴിയിൽ നിന്ന് വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ ഉണർന്ന് അവരുടെ നിവേദനം ശ്രവിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞാൻ അയോധ്യ രാജാവായ ദശരഥന്റെ പുത്രനായി അവതരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ദേവകളായ നിങ്ങൾ എനിക്ക് സഹായികളായി ആത്മാംശം കൊണ്ട് ലോകത്തിൽ അവതരിക്കുകയും ശ്രീരാമൻ എന്ന പേരിൽ അയോധ്യയിൽ അവതരിക്കുന്ന ഞാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങളോട് കൂടി രാവണൻ തുടങ്ങിയ ദുഷ്ടശക്തികളോടെ എല്ലാവരെയും സംഹരിച്ച് ഭൂമിദേവിയെയും സജ്ജനങ്ങളെയും എല്ലാം സംരക്ഷിച്ചുകൊള്ളും. ഇത് കേട്ട എല്ലാവർക്കും ആശ്വാസമായി. രാവണവധം സ്വപ്നം കണ്ട് അവർ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പോയി. സൂര്യവംശ രാജാവായ ദശരഥ മഹാരാജാവ് അയോധ്യയെ തലസ്ഥാനമാക്കി കോസല രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. വസിഷ്ഠ മഹർഷിയായിരുന്നു കുലഗുരു. മന്ത്രിമാരായ സുമന്ത്രർ തുടങ്ങിയ 8 പേരുമുണ്ട്. അദ്ദേഹത്തിന് കൗസല്യ എന്ന ഭാര്യയിൽ ശാന്ത എന്ന ഒരു പുത്രി ജനിച്ചു. അതിനുശേഷം വളരെ കാലമായിട്ടും ദശരഥന് സന്താന സൗഭാഗ്യമുണ്ടായില്ല. അന്നൊരിക്കൽ ദശരഥന്റെ ഒരു ആത്മസുഹൃത്തും സതീർത്ഥ്യനും അംഗരാജ്യാധിപനുമായ ലോമപാദൻ അയോധ്യയിലെത്തി. അംഗരാജാവിന് സന്താനങ്ങളില്ലായിരുന്നു. രാജകുമാരിയായ ശാന്തയെ തനിക്ക് സന്താനമായി വിട്ടുതരണമെന്ന് അദ്ദേഹം ദശരഥനോട് അപേക്ഷിച്ചു. അപേക്ഷകനെ നിരാശനാക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയ ദശരഥൻ ശാന്തയെ ലോമപാദന്റെ ദത്തുപുത്രിയായി സമർപ്പിച്ചു. അംഗരാജ്യത്തിൽ മഴ പെയ്പ്പിച്ച ഋഷ്യശൃംഗ മുനിക്ക് ലോമപാദൻ ശാന്തയെ വിവാഹം ചെയ്തു കൊടുത്തു. അപുത്രത്വം പരിഹരിക്കുന്നതിനു വേണ്ടി ദശരഥൻ കേകയ രാജപുത്രിയായ യുയാധിജന്റെ അനുജത്യമായ കയ്യേയിയെ 2ാം ഭാര്യയായി സ്വീകരിച്ചു. അവർക്കും കുട്ടികളൊന്നും ഉണ്ടായില്ല. രാജാവ് അതിനുശേഷം കാശിരാജി പുത്രയായ സുമിത്രയെയും വിവാഹം ചെയ്തു. വളരെ കാലം കാത്തിരുന്നിട്ടും 3 പേർക്കും സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല. ഒരിക്കൽ ദശരഥൻ മൃഗയ വിനോദത്തിനു വേണ്ടി വനത്തിന് വളരെ ദൂരം സഞ്ചരിച്ചു. നേരം രാത്രിയായി. അദ്ദേഹം സരയൂ നദീതടത്തിൽ വിശ്രമിക്കുമ്പോൾ നദിയിൽ ആനജല കുടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. അതൊരു മുനികുമാരൻ തൻ്റെ വൃദ്ധ മാതാപിതാക്കൾക്ക് വേണ്ടി കുടത്തിൽ ജലം നിറയ്ക്കുന്നതാണെന്ന് ഗ്രഹിക്കാതെ രാജാവ് ഒരു അസ്ത്രമയച്ചു. അസ്ത്രം തറച്ചയുടനെ മുനികുമാരൻ നിലവിളിച്ചുകൊണ്ട് മലർന്നടിച്ചു വീണ് ഊർധ്വൻ വലിക്കുവാൻ തുടങ്ങി. രാജാവ് ഓടിച്ചെന്നു. ആസന്ന മരണനായ മുനികുമാരൻ രാജാവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞ ശേഷം ചരമഗതിയെ പ്രാപിച്ചു. കുമാരന്റെ വാക്കുകൾ കേട്ട് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് രാജാവ് തന്നെ കുടത്തിൽ ജലം നിറച്ച് നിറഞ്ഞ കുറ്റബോധത്തോടെ വൃദ്ധരായ മാതാപിതാക്കളെ സമീപിച്ചു. അന്ധരായിരുന്ന അവർ രാജാവിൻ്റെ കാൽപെരുമാറ്റം കേട്ട് സ്വപുത്രനാണെന്ന് ധരിച്ചു. എങ്കിലും രാജാവ് വിവരമെല്ലാം ഗദ്ഗതത്തോടുകൂടി അറിയിച്ചു. മാതാപിതാക്കൾ ദുഃഖം സഹിക്കുവാനാവാതെ വാവിട്ട് കരഞ്ഞു. ഒടുവിൽ മഹർഷി ദശരഥനെ ഇങ്ങനെ ശപിച്ചു: നീയും വാർദ്ധക്യത്തിൽ പുത്രവിയോഗം മൂലം മരിക്കട്ടെ. അതിനുശേഷം മുനി പ്രാണത്യാഗം ചെയ്തു. ദശരഥൻ മുനിയെയും മകനെയും ഒരു ചിതയിൽ ദഹിപ്പിച്ചു. മുനിയും ഭാര്യയും ആ ചിതയിൽ ചാടി മരിച്ചു. ദുഃഖിതനായ രാജാവ് അയോധ്യയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ദശരഥന് കിട്ടിയ മുനിശാപവും സുമന്ത്രരും വസിഷ്ഠനും മാത്രം അറിഞ്ഞു. ശാപം ദുഃഖപൂരിതമാണെങ്കിലും ദശരഥന് വീണ്ടും സന്താനം ജനിക്കുമെന്നുള്ള സന്തോഷകരമായ ഒരു സന്ദേശവും ആ ശാപത്തിനിറങ്ങിയിരുന്നു. അതിനാൽ ഋഷ്യശൃംഗ മഹർഷിയെ വിളിച്ച് പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തിക്കുവാൻ വസിഷ്ഠ മുനി ഉപദേശിച്ചു. അതനുസരിച്ച് ദശരഥൻ സ്വപുത്രിയായ ശാന്തിയെയും ജാമാതാവായ ഋഷ്യശൃംഗനെയും അയോധ്യയിൽ വരുത്തി. വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ഋഷ്യശൃംഗൻ യാഗം ആരംഭിച്ചു. അദ്ദേഹം അതിവിശിഷ്ടമായ പുത്രകാമ മന്ത്രം ജപിച്ച് യാഗാഗ്നിയിൽ ഹോമദ്രവ്യം അർപ്പിച്ചു തുടങ്ങി. കറുത്ത ഭൂതം പോലെയുള്ള ഒരു ദിവ്യപുരുഷൻ യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്നു. ദേവാമൃതമായ പായസം നിറഞ്ഞ ഒരു സ്വർണ്ണപാത്രം ഋഷ്യശൃംഗന്റെ മുമ്പിൽ വെച്ച ശേഷം ദിവ്യപുരുഷൻ ഹോമാഗ്നിയിൽ തന്നെ മറഞ്ഞു. ഋഷ്യശൃംഗൻ ആ കനകപാത്രം മന്ത്രജപത്തോടുകൂടി ദശരഥനെ ഏൽപ്പിച്ചു. മഹർഷിയുടെ നിർദ്ദേശമനുസരണം ദശരഥൻ പായസം 2ആയി പകുത്ത് കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു. അവർ ഓരോ അർദ്ധാംശം സുമിത്രയ്ക്കും കൊടുത്തു. മഹാറാണിമാർ 3 പേരും ഗർഭവതികളായി. ഗർഭം പൂർണ്ണമായപ്പോൾ കൗസല്യയും കൈകേയിയും ഓരോ പുത്രന്മാരെ പ്രസവിച്ചു.
സുമിത്ര 2 പുത്രന്മാർക്ക് ജന്മം കൊടുത്തു. കൗസല്യാപുത്രന് രാമനെന്നും കൈകേയിന് ഭരതനെന്നും സുമിത്രാപുത്രന്മാർക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും നാമകരണം ചെയ്യപ്പെട്ടു. ഈ നാമകരണത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. കുമാരന്മാർക്ക് നാമകരണം ചെയ്യേണ്ട സമയമായപ്പോൾ കുലഗുരുവായ വസിഷ്ഠനെ കണ്ട് ദശരഥൻ ഇക്കാര്യം പറഞ്ഞു. ഗുരു സസന്തോഷം അക്കാര്യം ഏറ്റെടുത്തു. ത്രൈലോകപതിയും അനന്തനാമങ്ങൾ ഉള്ളവനുമായ വിഷ്ണു ഭഗവാന് താനൊരു പേര് കൽപ്പിക്കുന്നു. ഹായ്, ആനന്ദലബ്ധിക്കിനി എന്തു വേണ്ടു? അങ്ങനെ നാമകരണത്തിന്റെ മുഹൂർത്തം സംജാതമായി. വസിഷ്ഠ മഹർഷി കൗസല്യദാനെ എടുത്ത് മടിയിൽ വെച്ചു. കേവലം ശിശുവായിരിക്കെ തന്നെ കുമാരന്റെ മുഖത്തുള്ള ഗൗരവം കണ്ട് മഹർഷി ഭക്തിപൂർവ്വം നമസ്കരിച്ചു. ആ സമയത്ത് ശിശു തന്നെ തന്നോട് പറയുന്നതായി മഹർഷിക്ക് തോന്നി. ലോകങ്ങളെല്ലാം പരമാത്മാവായ എന്നിലല്ലേ രമിക്കുന്നത്, അതുകൊണ്ടെന്നെ രാമൻ എന്ന് നാമകരണം ചെയ്യുക. മഹർഷി പിന്നീടൊന്നും ആലോചിച്ചില്ല. മഹർഷി കുട്ടിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ജ്യോതിർഗോളങ്ങളെന്നെ വെല്ലുന്ന പ്രകാശരശ്മികൾ ആ മുഖത്തിൽ നിന്ന് പ്രസരിക്കുന്നുണ്ട്. നിറഞ്ഞ സംതൃപ്തിയോടെ, മനസ്സ് നിറഞ്ഞ് കവിയുന്ന സന്തോഷത്തോടെ മഹർഷി ശിശുവിനെ വിളിച്ചു. രാമ. ആ പേര് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം ആനന്ദസാഗരത്തിൽ ആറാടി. കൈകേയിയുടെ പുത്രൻ ഭരണകാര്യങ്ങളിൽ അതിസമർത്ഥനായിരിക്കുമെന്ന് മഹർഷി ദീർഘദൃഷ്ടിയാൽ മനസ്സിലാക്കി. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഭരതൻ എന്ന് പേരിട്ടു. സുമിത്രയുടെ 1ാമത്തെ പുത്രനിൽ എല്ലാ ഐശ്വര്യങ്ങളും ശുഭലക്ഷണങ്ങളും ഒത്തിണങ്ങിയിരിക്കുന്നതിനാൽ ലക്ഷ്മണനെന്നും 2ാമൻ ശത്രു സംഹാരണകനായിരിക്കുന്നുവെന്നും മനസ്സിലാക്കിയ ശത്രുഘ്നെന്നും നാമകരണം ചെയ്തു. വസിഷ്ഠൻ ഇങ്ങനെ അർത്ഥവത്തായ പേരുകൾ നൽകിയതുകൊണ്ട് അതീവ സന്തുഷ്ടനായ ദശരഥൻ അദ്ദേഹത്തിന് ധാരാളമായി സമ്മാനങ്ങൾ നൽകി. മഹർഷി അവയെല്ലാം സ്വീകരിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചു. കുമാരന്മാർക്ക് ഉപനയനം നടത്തുക എന്ന പവിത്രമായ കർമ്മം വസിഷ്ഠ മഹർഷി തന്നെ ഏറ്റെടുത്തു. തുടർന്ന് വേദങ്ങൾ, വേദാംശങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ മുതലായവയും ധനുർവിദ്യയും കുമാരന്മാരെ അഭ്യസിപ്പിച്ചു. കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കുകയും അതിലെല്ലാം ഒന്നാമതായി എത്തുകയും ചെയ്തു. വൃക്ഷധ്വജ മഹാരാജാവിൻ്റെ പുത്രന്മാരായിരുന്നു ധർമ്മധ്വജനും കുശധ്വജനും. അവരിൽ ധർമ്മധ്വജന് തുളസീദേവി ജനിച്ചു. കുശധ്വജന് മക്കളുണ്ടായിരുന്നില്ല. സന്താന സൗഭാഗ്യമുണ്ടാകുവാൻ അവർ ലക്ഷ്മി ദേവിയെ ഭജിച്ചു. അതിൻ്റെ ഫലമായി കുശധ്വജനും മാലാവതിക്കും കൂടി ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവർ അവളെ ദേവവതി എന്ന് പേരിട്ട് വിളിച്ചു. ഒരിക്കൽ ശംഭു എന്ന അസുരൻ വേദവതിയെ കാണുവാനിടയായി. അവളുടെ അലൗകിക സൗന്ദര്യത്തിൽ മതിമറന്ന അസുരൻ കുശധ്വജനോട് മകളെ തനിക്ക് പത്നിയായി നൽകുവാൻ ആവശ്യപ്പെട്ടു. കേവലം ഒരു അസുരന് മകളെ നൽകുകയോ? അദ്ദേഹം പറഞ്ഞു, സാധ്യമല്ല. അങ്ങനെയുള്ള മോഹമൊക്കെ ഉപേക്ഷിക്കുന്നതാണ് നന്ന്. ധീരനായ എന്നിൽ എന്തു കുറവാണ് അങ്ങ് ദർശിച്ചത്? ഞാനിതിന് പ്രകാരം ചെയ്യുന്നത് തന്നെ ചെയ്യും. ശംഭു അവിടെ നിന്നും പോയി. അന്ന് രാത്രി ഉറങ്ങിക്കിടന്നിരുന്ന കുശധ്വജനെ ശംഭു വെട്ടിക്കൊന്നു. ബഹളം കേട്ടെത്തിയ ദേവതയുടെ നോട്ടത്തിൽ ശംഭു ഭസ്മമായി പോയി. പിതൃവിഹരത്താൽ ദുഃഖിതനായ വേദവതി കഠിനമായ തപസ് തുടങ്ങി. അനാഥയായ തനിക്ക് വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഈ സമയത്ത് അസുര ചക്രവർത്തിയായ രാവണൻ അതുവഴി വന്നു. സുന്ദരിയായ ദേവതയെ കണ്ട് രാവണൻ പ്രണയാഭ്യർത്ഥന നടത്തി. അല്ലയോ സൗന്ദര്യധാമമേ, ഈ സമയത്ത് തപസ് ചെയ്ത് എന്തിനാണ് ഇത്രമാത്രം സൗഭാഗ്യസുന്ദരമായ ശരീരത്തെ പീഡിപ്പിക്കുന്നത്? യൗവനം വെറുതെ പാഴാക്കരുത്. ഞാൻ ആരാണെന്നറിയാമോ? ധികൃത ശക്ര പരാക്രമിനായ നക്തഞ്ചരപതി രാവണനാണ് ഞാൻ. എൻ്റെ ധർമ്മപത്നിയായിരിക്കുവാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഭവതി എൻ്റെ കൂടെ പോരും. നീ എൻ്റെ ഇഷ്ടപത്നിയായിരിക്കും. ആസുര പ്രമാണിയുടെ വാക്കുകൾ കേട്ടിട്ട് വേദവതിയുടെ മറുപടിയൊന്നും പറഞ്ഞില്ല. തപസ് തുടരുകയും ചെയ്തു. തന്നെ അവഗണിച്ചതിൽ കുപിതനായ രാവണൻ അവളെ കടന്നു പിടിച്ചു. തൻ്റെ ശരീരം അസുരനായ രാവണൻ മലിനമാക്കിയതിൽ കോപിഷ്ഠയായ വേദവതി നക്തഞ്ചരനെ ശപിച്ചു. ദുരഹങ്കരിയായ അസുര, ഞാൻ വിഷ്ണു ഭഗവാന്റെ പത്നിയായിരുന്നു നിന്നെ കൊല്ലുന്നതിന് കാരണക്കാരിയാകും. തുടർന്ന് അവൾ ചിതകൂട്ടി അതിൽ ചാടി ആത്മാഹുതി ചെയ്തു. വേദവതിയോട് അതിയായ പ്രണയം തോന്നിയ രാവണൻ അവളുടെ വിരഹത്തിൽ ദുഃഖിതനായി. വേദവതിയുടെ ചിതാഭസ്മം ഒരു സ്വർണ്ണ പെട്ടിയിലാക്കി ലങ്കാനഗരിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതോടെ ലങ്കാപുരിയിൽ ഓരോ അനിഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആ ഇടയ്ക്ക് ലങ്കയിലെത്തിയ നാരദനോട് രാവണൻ ചോദിച്ചു, മഹാമുനെ, എൻ്റെ രാജ്യത്തിന് ഓരോ അനിഷ്ട സംഭവങ്ങൾ തുടരെ സംഭവിക്കുന്നു. എന്താണതിന് കാരണം? മുനി നാരദൻ പറഞ്ഞു, അസുരശ്രേഷ്ഠ, വേദവതിയുടെ ചിതാഭസ്മം ഇവിടെ ഉള്ളിടത്തോളം കാലം എന്നെന്നും അനർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഭസ്മത്തെ ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധി. നാരദന്റെ ഉപദേശപ്രകാരം രാവണൻ ചിതാഭസ്മം കടൽ തീരത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു. തിരയുടെ ശക്തിയാൽ അത് ഭാരതത്തിൻ്റെ തീരത്തടിക്കും. സ്വർണ്ണ പെട്ടി കണ്ട കള്ളന്മാർ അതിനെ ജനകന്റെ രാജ്യമായ മിഥിലയിൽ കൊണ്ടുപോയി.
എന്നാൽ തുടർന്നതിനെ സൂക്ഷിക്കുവാൻ അവർക്കായില്ല. ആയിടയ്ക്ക് ജനകരാജാവ് സന്താനലബ്ധിക്കായി ഒരു യാഗം നടത്തി. യാഗത്തിൻ്റെ അവസാനത്തിൽ യാഗഭൂമി ഉഴുതു. പെട്ടിയിലടച്ചിരുന്ന ചിതാഭസ്മം വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പെൺകുഞ്ഞായി മാറിയിരുന്നു. നിലമുഴുന്ന സമയത്ത് ഉഴുവുചാലിൽ നിന്ന് ലഭിച്ചതിനാൽ അവൾക്ക് സീത എന്ന പേര് സിദ്ധിച്ചു. ഒരിക്കൽ ശംഭരൻ എന്ന ഒരു അസുരൻ ദേവലോകത്തെ ആക്രമിച്ചു. അന്ന് ദശരഥന്റെ പേര് നേമി എന്നായിരുന്നു. നേമി ഇന്ദ്രന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. ശംഭരനോട് യുദ്ധം ചെയ്യുന്നതിന് ഇന്ദ്രൻ നേമിയെ ക്ഷണിച്ചു. നേമിയും കൈകേയും കൂടി ഒരു രഥത്തിൽ കയറി നേരിട്ട് സ്വർഗത്തിൽ ചെന്നു. അസുര സൈന്യങ്ങളെയെല്ലാം നേമി കൊന്നൊടുക്കി. ഇത് കണ്ട് മായാവിയായ ശംഭരൻ പറഞ്ഞു, ശംഭരന്മാരായി രൂപമെടുത്ത് 10 ദിക്കുകളിൽ നിന്ന് ഏകയോദ്ധാവായ നേമിയെ ഒപ്പം ആക്രമിച്ചു. ഈ കഠിന യുദ്ധത്തിൽ നേമി തന്റെ രഥത്തിന്റെ 10 ദിക്കുകളിലേക്കും ഒരേ സമയത്ത് ചുറ്റിക്കറക്കിയിട്ടും വെട്ടിത്തിരിച്ചിട്ടും 10 അസുരന്മാർക്കും അഭിമുഖമായി നിന്ന് വിചിത്രയുദ്ധം നടത്തി. ആ 10 എതിരാളികളെയും വധിച്ച് സ്വർഗം വീണ്ടെടുത്തു. അന്നു മുതലാണ് നേമി ദശരഥനായി തീർന്നത്. ശംഭരന്മാരോട് സർവാഭിമുഖയായി നിന്ന് തേരുപയോഗപ്പെടുത്തിയപ്പോൾ ഉലച്ചിൽ നിമിത്തം അച്യുതണ്ടിന്റെ കീലകം, അതായത് ചാവി, ഇളകി ഊരിപ്പോകുവാൻ തുടങ്ങി. ഇത് കണ്ട കൈകേയി കീലകത്തിന്റെ യഥാസ്ഥാനത്ത് വിരൽ ചേർത്ത് ഉറപ്പിച്ച് തേരിനെ കേടുകൂടാതെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഈ സഹായം രാജാവ് ആദ്യം അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ വിവരമറിഞ്ഞപ്പോൾ അരജൻ കൈകേയിയെ അഭിനന്ദിക്കുകയും 2 ഇഷ്ടവരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ആവശ്യം വരുമ്പോൾ താനത് അറിയിക്കാമെന്നും ഇപ്പോൾ 2 വരങ്ങളും ദാതാവെന്ന നിലയിൽ സൂക്ഷിച്ചാൽ മതിയെന്നും അവൾ അറിയിച്ചു. അതിനുശേഷം അവർ 2 പേരും ഇന്ദ്രനോട് യാത്ര ചോദിച്ച് അയോധ്യയിലേക്ക് മടങ്ങുകയും ചെയ്തു. വിശ്വാമിത്രനോടൊന്നിച്ച് ബാലന്മാർ 4 പേരും അയോധ്യയിൽ വളർന്നു വന്നു. 4 സഹോദരന്മാർക്കും സാഹോദര്യം സാമ്യമാണെങ്കിലും രാമലക്ഷ്മണന്മാർ തമ്മിലും ഭരത ശത്രുഘ്നന്മാർ തമ്മിലും മൈത്രീബന്ധം കൂടുതൽ പരിപുഷ്ടമായി. അക്കാലത്തൊരിക്കൽ വിശ്വാമിത്രൻ സർവ്വജന സംതൃപ്തി ലക്ഷ്യമാക്കി ഒരു യാഗം നടത്തുവാൻ തീരുമാനിച്ചു. ആരംഭത്തിൽ തന്നെ ഏതാനും രാക്ഷസന്മാർ സംഘം ചേർന്ന് യാഗം മുടക്കുവാൻ മുതിർന്നു. കാടകയുടെ പുത്രനായ മാരീചനും സുബാഹുവുമായിരുന്നു അവരിൽ പ്രമുഖർ. അവരെ വകവരുത്തുവാൻ ശ്രീരാമന്റെ സഹായം അത്യന്താപേക്ഷിതമാണെന്ന് മഹർഷിക്ക് തോന്നി. വിശ്വാമിത്ര മഹർഷി ദശരഥ രാജധാനിയിലേക്ക് എഴുന്നള്ളി. ദശരഥൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി. ആഗമന ഉദ്ദേശം ആരാഞ്ഞു. മഹർഷി പറഞ്ഞു, രാജാവേ, ഞാൻ എല്ലാ അമാവാസി നാളും പിതൃക്കൾക്ക് വേണ്ടി ഹോമം നടത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ അത് ചില അസുരന്മാർ വന്ന് തടസ്സപ്പെടുത്തുന്നു. യാഗരക്ഷ നടത്തുവാൻ രാമലക്ഷ്മണന്മാരെ എൻ്റെ കൂടെ അയക്കണം. ഇത് കേട്ടപ്പോൾ ദശരഥൻ ദുഃഖിതനായി. ഘോരന്മാരായ അസുരന്മാരെവിടെ? ബാലന്മാരായ കുമാരന്മാരെവിടെ? അസുരന്മാരുടെ മായാവിദ്യയെ കുമാരന്മാർക്ക് എങ്ങനെ നേരിടാനാവും? രാജാവ് വിഷമസന്ധിയിൽപ്പെട്ടു. ഇത് കണ്ട് വസിഷ്ഠൻ ദശരഥനോട് രഹസ്യമായി പറഞ്ഞു, മഹാരാജാവേ, കുമാരന്മാരെ വിശ്വാമിത്രന്റെ കൂടെ അയക്കുന്നതിൽ ഒരു അപാകതയുമില്ല. അവർക്ക് യാതൊരു വിധത്തിലുള്ള ആപത്ത് സംഭവിക്കുകയില്ല. ദേവന്മാർക്ക് പോലും അറിയാത്ത ഒരു രഹസ്യമുണ്ട്. ഈ രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അനന്തനാണ് ലക്ഷ്മണൻ. ഭരത ശത്രുഘ്നന്മാർ മഹാവിഷ്ണുവിൻ്റെ ശംഖുചക്രങ്ങളാണ്. ത്രൈലോകത്തിൻ്റെയും അധിപനും കരുണാസാഗരവുമായ മഹാവിഷ്ണുവിനെ ആർക്കെന്താണ് ചെയ്യുവാനാവുക? ഇത് കേട്ടപ്പോൾ ദശരഥന് ആശ്വാസമായി. അനുമതി ലഭിച്ച രാമലക്ഷ്മണന്മാർ അച്ഛനെ അഭിവാദ്യം ചെയ്ത് വിശ്വാമിത്രനോടൊപ്പം കാട്ടിലേക്ക് യാത്രയായി. 3 പേരും കൂടി നടന്ന് താടകാവനത്തിലെത്തി. ബാലന്മാർ വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു. ഉടൻ തന്നെ വിശ്വാമിത്രൻ വിശപ്പും ദാഹവും തളർച്ചയും ഉണ്ടാകാതിരിക്കത്തക്ക ശക്തിവിശേഷമുള്ള ബല, അതിബല എന്നീ 2 മന്ത്രങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. കൂടാതെ രാമന് ജംബകാസ്ത്രം എന്ന ഒരു പ്രത്യേക അസ്ത്രവും മുനി ഉപദേശിച്ചു കൊടുത്തു. കാടാരും കടന്നു പോകത്തക്ക വിധം വിജനമായിരുന്നതുകൊണ്ട് രാമൻ വിശ്വാമിത്രനോട് അതിൻ്റെ കാരണം അന്വേഷിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇവിടെ വസിക്കുന്ന താടക എന്നൊരു ഭീരരാക്ഷസി. അവളെ പേടിച്ച് ഇതുവഴിയാരും നടക്കാറില്ല. ഘോരരൂപിണിയായ താടക എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അവളെ വധിക്കേണ്ട കർത്തവ്യം നിങ്ങൾക്കാണ്. ഉടനെ ശ്രീരാമൻ തൻ്റെ വില്ലിൻ്റെ ഞാണുറക്കെ ശബ്ദമുണ്ടാക്കുന്ന വിധത്തിൽ വലിച്ചു വിട്ടു. ഈ ശബ്ദം കേട്ട് താടക ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു വന്നു. വലിയൊരു ശൂലവും ധരിച്ചുകൊണ്ടാണ് വരവ്. ഒരു വലിയ പാറയെടുത്ത് അവൾ വിശ്വാമിത്രന്റെ നേർക്കെറിഞ്ഞു. ഉടനെ രാമൻ ഒരു ബാണം പ്രയോഗിച്ച കൂറ്റൻ പാറയെ പൊട്ടിത്തെറിപ്പിച്ചു. അഭിമാനത്തിന് ഭംഗം സംഭവിച്ച താടക അലറി വിളിച്ചുകൊണ്ട് രാമന്റെ നേരെ വന്നു. ശ്രീരാമൻ നൊടിയിടയിൽ അസ്ത്രമയിച്ച് രാക്ഷസിയെ നിലത്ത് വീഴ്ത്തി. നിലത്ത് കിടക്കുന്ന അവളുടെ മൃതശരീരത്തിൽ നിന്ന് അതിസുന്ദരിയായ ഒരു ഗന്ധർവ സ്ത്രീ പൊങ്ങി വന്നു. മുമ്പ് ശാപത്താൽ രാക്ഷസിയായി തീർന്നതായിരുന്നു അവൾ. തനിക്ക് ശാപമോക്ഷം നൽകിയ ശ്രീരാമനെ വന്ദിച്ചിട്ട് അവൾ ദേവലോകത്തേക്ക് പോയി. തുടർന്ന് 3 പേരും കൂടി കാമ്യാശ്രമത്തിലെത്തിച്ചേർന്നു.
അവിടെ വെച്ച് വിശ്വാമിത്രൻ ശ്രീരാമന് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അടുത്ത ദിവസം പ്രഭാതത്തിൽ വിശ്വാമിത്രൻ പിതൃക്കൾക്കായി യാഗം ആരംഭിച്ചു. യാഗം നടത്തുന്നതെന്നറിഞ്ഞ മാരീചനും സുബാഹുവും അനുചരന്മാരോടും കൂടി അവിടെ പാഞ്ഞെത്തി. ശ്രീരാമന്റെ അസ്ത്രമേറ്റ് സുബാഹു മൃതിയെ വരിച്ചു വീണു. ഭയന്നോടിയ മാരീചനെ രാമബാണം പിന്തുടർന്നു. ഒരിടത്തും രക്ഷയില്ലാതെ ഒടുക്കം മാരീചൻ ശ്രീരാമപാദങ്ങളിൽ തന്നെ അഭയം പ്രാപിച്ചു. അതോടുകൂടി രാമബാണം പിന്തുടരുന്നത് നിന്നു. തൻ്റെ ജീവൻ രക്ഷിച്ചതിനു കൊണ്ട് അന്നു മുതൽ മാരീചൻ ശ്രീരാമഭക്തനായി തീർന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കൂടി വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ലക്ഷ്മണനും രാമനും വനത്തിൽ താമസിച്ചു. തുടർന്ന് മഹർഷി അവരോട് പറഞ്ഞു, മാരന്മാരെ, വിദേഹ രാജ്യത്തെ ജനക മഹാരാജാവ് ഒരു യജ്ഞം നടത്തുകയാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ മകളായ സീതയുടെ സ്വയംവരവുമുണ്ട്. പണ്ട് പരമേശ്വരൻ നൽകിയ ത്രയംബകം എന്ന ചാപം കുലയ്ക്കുന്നത് ആരാണോ അവന് മകളെ നൽകുകയാണ് രാജാവിൻ്റെ തീരുമാനം. നിങ്ങൾക്കതിൽ പങ്കാളികളാകാം. ത്രയംബകം കുലയ്ക്കുവാൻ രാമൻ സമർത്ഥനാണെന്ന് ഞാൻ കരുതുന്നു. തുടർന്ന് നമുക്ക് അയോധ്യയിലേക്ക് മടങ്ങാം. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോടൊപ്പം വിദേഹ രാജ്യത്തെ ലക്ഷ്യമാക്കി നടന്നു. കാടും മേടും കടന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുനി അവരോട് പാലാഴിമഥനം, ഗംഗാവതരണം മുതലായ പല കഥകളും പറഞ്ഞു കേൾപ്പിച്ചു. ഗംഗയിൽ സ്നാനം ചെയ്ത ശേഷം കുറേ ദൂരം ചെന്നപ്പോൾ ശൂന്യമായി കിടക്കുന്ന ഗൗതമാശ്രമം അവർ കണ്ടു. ഗൗതമൻ എന്ന മുനിയെ സ്ത്രീരത്നവും ധർമ്മപത്നിയുമായ അഹല്യയോടും പുത്രനായ ശതാധനനോടും കൂടി പാർത്തിരുന്ന ഒരു പുണ്യാശ്രമമായിരുന്നു അത്. അഹല്യയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന ഇന്ദ്രൻ അർദ്ധരാത്രിയിൽ ഒരു കോഴിയുടെ രൂപത്തിൽ വന്ന് കൂവി ഗൗതമനെ സ്നാനത്തിനയച്ച ശേഷം മുനിരൂപം ധരിച്ച ആശ്രമത്തിനകത്ത് കിടന്നു. വേഷപ്രച്ഛന്നനായ ഇന്ദ്രനും അഹല്യയും കൂടി സമാഗമം നടന്നു. തിരികെ എത്തിയ ഗൗതമൻ കാര്യം മനസ്സിലാക്കി ഇന്ദ്രന്റെ വൃഷ്ണം നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് ശപിച്ചു. അതിനുശേഷം അദ്ദേഹം അഹല്യയുടെ നേർക്ക് തിരിഞ്ഞ് അവളെ ശപിച്ച് കല്ലാക്കി. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ആ വാനഭാഗം നശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പാദസ്പർശമേറ്റ് അവർ പൂർവ്വരൂപം പ്രാപിക്കുമെന്ന ശാപമോക്ഷവും കൊടുത്തു. ഇന്ദ്രൻ വൃഷ്ണമില്ലാത്തവനായി ദേവലോകത്തേക്ക് പോയി. അഗ്നി മുതലായ ദേവകൾ ഇന്ദ്രന്റെ ഈ അവശതയിൽ വളരെ സങ്കടപ്പെട്ടു. അവർ ആടിന്റെ വൃഷ്ണം വെച്ച് ഇന്ദ്രനെ പഴയ സ്ഥിതിയിലാക്കി. വിശ്വാമിത്രന്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീരാമപാദം ആ ശിലയിൽ സ്പർശിക്കുകയും അഹല്യയ്ക്ക് പൂർവ്വരൂപം ലഭിക്കുകയും ചെയ്തു. അഹല്യ ദേവിയായി ആകാശത്തിലേക്ക് ഉയരുകയും ചെയ്തു. അങ്ങനെ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വന്നു ചേർന്നു. ജനകന്റെ മകളായ സീത, ജനകന്റെ അനുജനായ കുശധ്വജന്റെ പുത്രന്മാരായ മാണ്ഡവി, ഊർമിള, ശ്രുതകീർത്തി എന്നീ യുവതികൾ ഇവരെല്ലാം കൊട്ടാരത്തിൽ സഖിമാരും സഹോദരിമാരായി പുത്രങ്ങളായും കഴിഞ്ഞു വരുന്നു. ഒരിക്കൽ രാജകുമാരികൾ പ്രിയ സഖികളും ഒന്നിച്ച് അന്തഃപുര ഉദ്യാനത്തിൽ കളിക്കലിൽ ഏർപ്പെട്ടു. ഉയരം കൂടിയ മുള്ളുവള്ളികളിൽ നിന്ന് പൂക്കൾ ഇറുത്തെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ നിരാശരായി. എന്തു ചെയ്യും? സീത പെട്ടെന്ന് ആയുധശാലയിൽ ചെന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന ത്രയംബകമെന്ന ശൈവജാപം എടുത്തുകൊണ്ടുവന്ന് പൂക്കളെ ഇത് വീഴ്ത്തി. ഇത് കണ്ടുകൊണ്ട് നിന്ന ജനകന് വൈശ്യജാപം കുലയ്ക്കുക എന്നത് സീതാവിവാഹത്തിന്റെ ഒരു സൂചനയാണെന്ന് തോന്നി. ശൈവജാപം എടുത്തുകുലച്ച് ബാണം തൊടുക്കുന്നയാൾക്ക് മാത്രമേ സീതാബാണി ഗ്രഹണത്തിന് അർഹനായി തീരുകയെന്നുള്ളതെന്ന് ജനകൻ ഒരു വിളംബരം ചെയ്തു. രാമനും ലക്ഷ്മണനും സന്തത സഹചാരികളായിരുന്നതുപോലെ സീതയും ഊർമിളയും ഒരേ ഞെട്ടിൽ വിടർന്ന രണ്ട് പൂക്കൾ പോലെ ഒരുമിച്ചാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. മാണ്ഡവിയും ശ്രുതകീർത്തിയും പ്രിയസഖികളുമായിരുന്നു. കൊട്ടാരത്തിലെത്തിയ മുനിയെയും രാമലക്ഷ്മണന്മാരെയും ജനക മഹാരാജാവ് ആദരവോടെ സ്വീകരിച്ചു. തുടർന്ന് വിശ്വാമിത്രൻ ജനകനോട് പറഞ്ഞു, മഹാരാജാവേ, ഈ നിൽക്കുന്നത് ദശരഥന്റെ മൂത്തപുത്രനും കൗസല്യാതാനുമായ ശ്രീരാമനാണ്. അടുത്തയാൾ ലക്ഷ്മണൻ, ഇദ്ദേഹത്തിന്റെ സഹോദരൻ, സുമിത്രയുടെ പുത്രൻ. ഇവിടെ നടക്കുന്ന സ്വയംവരത്തിൽ പങ്കാളികളാകുവാനാണ് ഈ കുമാരന്മാർ എത്തിയിരിക്കുന്നത്. ഇത് കേട്ട് ജനകൻ അത്യധികം സന്തോഷിച്ചു. സാക്ഷാൽ ദേവന്മാരെ പോലെ ശോഭിക്കുന്ന ഈ രാജകുമാരന്മാർ മരുമക്കളായി വരുന്നത് ഭാഗ്യം തന്നെയെന്ന് രാജാവ് കരുതി. അദ്ദേഹം ഉടൻ തന്നെ ത്രയംബകം കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. ഇത് കേട്ട് ധാരാളം ഭടന്മാർ ചേർന്ന് ത്രയംബകം അവിടെ കൊണ്ടുവന്നു. ത്രയംബകം കണ്ട ശ്രീരാമൻ അതിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുലയ്ക്കണോ അതോ വലിക്കണോ? ഇത് കേട്ട് ജനകന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, കുമാരൻ്റെ ഇഷ്ടം പോലെ എന്തുമാകാം. ഇത് കേട്ടയുടനെ രാമൻ ശൈവജാപത്തെ വണങ്ങി. ജനങ്ങൾ നിർമ്മേഷരായി നോക്കി നിന്നു. ശ്രീരാമൻ ത്രയംബകം കയ്യിലെടുത്തു. അനന്തരം നിഷ്പ്രയാസം അതിനെ കുലച്ചു. അതിൻ്റെ ശക്തിയാൽ ശൈവജാപം രണ്ടായി മുറിഞ്ഞുപോയി. ഈ ശബ്ദം 14 ലോകങ്ങളിലും മാറ്റലുകൊണ്ടു. ഇത് കേട്ട് ദേവന്മാർ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് ശ്രീരാമനെ സ്തുതിച്ചു. കൊട്ടാരത്തിലുള്ള എല്ലാവരുടെയും ദൃഷ്ടി ശ്രീരാമനിലേക്ക് പതിഞ്ഞു. സീതാദേവി ലജ്ജാവന മുഖയായി മന്ദം മന്ദം ശ്രീരാമന്റെ സമീപത്തേക്ക് വന്നു. തുടർന്ന് എല്ലാവരും സാക്ഷിയായി നിർത്തി അവൾ രാമന്റെ കഴുത്തിൽ വർണ്ണമാല്യം ചാർത്തി.
ചേരേണ്ടതിന് ചേർച്ച ചിലരൊക്കെ മന്ത്രിച്ചു. ജനക മഹാരാജാവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും മനസ്സ് കുളിർത്തു. പ്രകൃതി കോരിത്തെരിച്ചു നിന്നു. തുടർന്ന് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു, മഹർഷി, എല്ലാം നന്ന്. ഇനിയും എത്രയും വേഗം ഇവരുടെ വിവാഹം നടത്തണം. അതിനായി ദശരഥനെയും കുടുംബത്തെയും ബന്ധുജനങ്ങളെയും എല്ലാം ഇങ്ങോട്ട് ക്ഷണിക്കണം. ഉടൻ തന്നെ വിശ്വസ്തനായ ദൂതൻ വശം വിശദ വിവരങ്ങളെല്ലാം ദശരഥ മഹാരാജാവിനെയും ബന്ധുജനങ്ങളെയും അറിയിച്ചു. ഇത് കേട്ടയുടൻ ദശരഥൻ കുലഗുരുവായ വസിഷ്ഠനോടും ഭാര്യമാരോടും ഭരതശത്രുഘ്നന്മാരോടും കൂടി വിദേഹ രാജധാനിയിൽ എത്തിച്ചേർന്നു. ജനക മഹാരാജാവും കുലഗുരു ശതാനികനും ചേർന്ന് അവരെ യഥോചിതം സ്വീകരിച്ചു. എല്ലാവരും കുശലാന്വേഷണങ്ങൾ കൈമാറി. അവസാനം ജനക മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു, ദശരഥ മഹാരാജൻ, എനിക്ക് 4 പുത്രിമാരുണ്ട്. അതുപോലെ അവിടത്തേക്ക് 4 പുത്രന്മാരുമുണ്ട്. അതുകൊണ്ട് ഈ ശുഭമുഹൂർത്തത്തിൽ ഇവരുടെ വിവാഹം ഒരുമിച്ച് നടത്തുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും. ഈ അഭിപ്രായത്തോട് ദശരഥന് യോജിപ്പായിരുന്നു. അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ അവരുടെ മംഗല്യം നടന്നു. ജനകൻ സീതാദേവിയെ ശ്രീരാമന് നൽകി. മറ്റു പുത്രിമാരായ ശ്രുതകീർത്തിയെ ഭരതനും ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവ്യയെ ശത്രുഘ്നനും വിവാഹം ചെയ്തു. തുടർന്ന് എല്ലാവരും കൂടി അയോധ്യയിലേക്ക് പോയി.